2023-നും 2024-നുമിടയിൽ 5 തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് പോയ നിരവധി മലയാളികൾ വിസ കാലാവധി കഴിഞ്ഞിട്ടും തിരികെ എത്തിയില്ലെന്ന് റിപ്പോർട്ട്. ഇവരിൽ പലരും അതത് രാജ്യങ്ങളിലെ സൈബർ തട്ടിപ്പ് സംഘങ്ങളുടെ കെണിയിൽപ്പെട്ടിരിക്കാനാണ് സാധ്യതയെന്ന് ഉന്നത പോലീസ് വൃത്തങ്ങൾ പറയുന്നു. മ്യാൻമാർ, തായ്ലൻഡ്, കംബോഡിയ, ലാവോസ്, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് പോയ 750 മലയാളികൾ ഇതുവരെ നാട്ടിൽ തിരിച്ചെത്തിയിട്ടില്ല. ഇതിൽ പകുതിയിലധികം പേരും അതത് രാജ്യങ്ങളിലെ സൈബർ തട്ടിപ്പ് സംഘങ്ങളിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കാമെന്ന് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു. ഈ 5 രാജ്യങ്ങളിൽ നിന്ന് മലയാളികളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള സൈബർ തട്ടിപ്പുകൾ വർദ്ധിച്ചതോടെ പോലീസിലെ സൈബർ അന്വേഷണ വിഭാഗവും കേന്ദ്ര ഏജൻസികളും വിഷയത്തിൽ അന്വേഷണം ഊർജിതമാക്കാൻ ഒരുങ്ങുകയാണ്. ടൂറിസ്റ്റ് വിസയിൽ ഈ രാജ്യങ്ങളിലേക്ക് പോയതിനു ശേഷം ഇതുവരെ തിരികെ വരാത്തവരുടെ ഡാറ്റാബേസ് തയ്യാറാക്കി വരികയാണ് അന്വേഷണ ഏജൻസികൾ. ഇത്തരത്തിൽ തയ്യാറാക്കിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കാണാതായവരുടെ കൂടുതൽ വിവരങ്ങൾ പരിശോധിച്ചുറപ്പുവരുത്താൻ ജില്ലാ പോലീസ് മേധാവിമാരോട് സംസ്ഥാന പോലീസ് മേധാവി ആവശ്യപ്പെട്ടിരുന്നു. ഇവരിൽ ചിലർ വിസ കാലാവധി കഴിഞ്ഞ ശേഷം തങ്ങളുടെ ബന്ധുക്കൾക്കൊപ്പം താമസിക്കുന്നുണ്ടാകും. ചിലർ മറ്റ് രാജ്യങ്ങളിലേക്ക് പോയിരിക്കാനും സാധ്യതയുണ്ട്. കാണാതായവരിൽ പകുതിയിലേറെ പേരും അതത് രാജ്യങ്ങളിലെ പല സംഘങ്ങളിലും ചേർന്നിരിക്കാനും സാധ്യതയുണ്ട്. ഇവരുടെ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. അത്തരം ക്രിമിനൽ ഗ്രൂപ്പുകളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും. ഇവരെ തിരിച്ചെത്തിക്കാനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നും പോലീസ് വൃത്തങ്ങൾ പറഞ്ഞു. അതേസമയം കഴിഞ്ഞ ദിവസമാണ് വിദേശ രാജ്യങ്ങളിലെ സൈബർ തട്ടിപ്പുകളുടെ ഭാഗമായെന്ന് സംശയിക്കുന്ന മലയാളികളെ തിരികെ നാട്ടിലെത്തിച്ചത്. കഴിഞ്ഞ 18 മാസത്തിനിടെ 120 മലയാളികളെയാണ് ലാവോസ്, കംബോഡിയ, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളിൽ നിന്നായി നാട്ടിലെത്തിച്ചത്. വിദേശത്ത് ചൈനീസ് പൗരന്മാർ ഉൾപ്പെടെ ചിലർ നടത്തുന്ന സ്ഥാപനങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന ഇവർ ഇന്ത്യക്കാരിൽ നിന്നും പണം തട്ടിയെടുക്കുന്നതിലായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. ഭൂരിഭാഗം പേരും കോൾ സെന്ററുകളിലാണ് ജോലി ചെയ്തിരുന്നത്. സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇവരുടെ വിവരങ്ങൾ ശേഖരിച്ച് വ്യാജ സാമ്പത്തിക പദ്ധതികളിൽ ചേരാൻ അവരെ പ്രേരിപ്പിക്കുക എന്നതായിരുന്നു ഇവരുടെ ജോലി. ലാവോസ്, കംബോഡിയ, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളിലെ സൈബർ തട്ടിപ്പ് സംഘങ്ങളാണ് ഇവരെ ആ കെണിയിൽ പെടുത്തിയത്. എന്നാൽ ചിലർ സ്വമേധയാ ഈ ജോലി ചെയ്യാൻ മുന്നോട്ട് വരികയായിരുന്നുവെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. തൊഴിലുടമയിൽ നിന്നുള്ള മോശം പെരുമാറ്റം നേരിടുന്നതിനാൽ നാട്ടിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്നതായും പലരും പോലീസിനെ അറിയിച്ചിരുന്നു. പലരുടെയും കയ്യിൽ യാത്രാരേഖകൾ പോലും ഉണ്ടായിരുന്നില്ല. തൊഴിലുടമ ഇതെല്ലാം കൈവശപ്പെടുത്തിയതായി പലരും പറഞ്ഞു. ഈ 3 രാജ്യങ്ങളിലെയും ഇന്ത്യൻ എംബസി മുഖേനയുള്ള ഇടപെടലാണ് ഇവരെ നാട്ടിലെത്തിക്കാൻ സഹായിച്ചത്.